ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി നൈറ്റിയാണ്. ഈ കുട്ടി നൈറ്റി എന്ന് പറയുമ്പോൾ അത് നീ ലെങ്ത്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഫുൾ ലെങ്ത് ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് നടക്കാനും ഓടാനും ചാടാനുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ നീ ലെങ്ത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനാണ്. ഞാൻ ആദ്യം ഇതുപോലെ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടത്തേക്ക് ഞാൻ 5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ താഴേക്കും നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് ആയിട്ട് 25 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനായിട്ട് അവിടെ ഞാൻ 9 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. പിന്നെ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി വേസ്റ്റ് ലെങ്ത്തായിട്ട് ഇവിടെ എടുക്കുന്നത് 9 തന്നെയാണ്. അവിടെ ഞാൻ 8.5 നമ്മൾ ഇവിടെ വേസ്റ്റിൻ്റെ അവിടേക്ക് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ താഴത്തേക്ക് എ ലൈനിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പോലെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നെക്കിൻ്റെ അവിടെ ഞാൻ എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഇറക്കമായിട്ട് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ ആ പോർഷൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി കഴുത്തിൻ്റെ ആ പോർഷനും കൂടി നമുക്ക് എടുക്കണം. നമ്മൾ ഇങ്ങനെ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ എലാസ്റ്റിക് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇനി അടുത്ത് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുകയാണ്. അതിന് ഞാനിവിടെ 2.5 അല്ല 3 ആണ് എടുത്തേക്കുന്നത്. 3 ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഈ വീഡിയോ വേറൊരാളിലേക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ കട്ട് ചെയ്ത് മാറ്റിയ ആ പീസ് നമ്മൾ കളയരുത്, അത് സൂക്ഷിച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇനി നമ്മൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോർഷൻ. നമ്മൾ പിന്നെ കൈയുടെ ആ സ്ലീവിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് മറ്റേ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി അത് ഇനി പിടിപ്പിക്കേണ്ടതാണ്. ഇത് ഇനി നമ്മളിങ്ങനെ മെയിൻ ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ എലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ഫ്രീ ആയിട്ട് അത് കിടന്നോളും. ഇതിന് നമ്മൾ 2 സൈഡിലും വേറെ പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഡ്രസ്സിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ പീസ് കളയണ്ട. ഞാൻ ഈ ഒരു പഴയ കുർത്തിയിലാണ് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഓൺ ഫോൾഡിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ കുർത്തീനെ ഒന്നും കൂടി മടക്കി നമ്മൾ മടക്കിയതിന് ശേഷം പേപ്പർ മടക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടി വെച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യാൻ താല്പര്യം അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ മെയിൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പർ പീസിലുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ പീസ് എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി നമ്മൾ കുർത്തിയുടെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു മടക്ക് മടക്കി, ഇനി ഒരു മടക്കും കൂടി മടക്കി എടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മളതിനെ ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഈ 4ആയിട്ട് മടക്കിയതിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഈ 4ആയി മടക്കിയതിൻ്റെ മേലിൽ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് താഴ്ത്തിയാണ്. ഇതിപ്പോൾ ഞാൻ 1 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. 1 ഇഞ്ച് മേളിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ പീസ് പേപ്പറിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 1 ഇഞ്ച് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളവിടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. 2 പോർഷൻസ് തമ്മിൽ സ്റ്റിച്ച് ചെയ്യാതെ ആണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ തന്നെ അത് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. നീളത്തിന് ഞാൻ ഈ പീസിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നോക്കിക്കോളൂ. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡും കൂടി കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നീളത്തിന് ഉള്ള ഇത് കിട്ടും. കണ്ടോ, നീളത്തിന് കിട്ടി. അത് നമുക്ക് നമ്മുടെ
ഷോൾഡറിൻ്റെ അവിടത്തേക്ക് ആ എലാസ്റ്റിക്കുമായിട്ട് നമ്മുടെ താഴത്തെ മെയിൻ പോർഷനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ്. ഇനിതാ ഞാനൊരു പീസ് വെച്ചിട്ട് നമ്മുടെ ആ എലാസ്റ്റിക് വെക്കുന്ന പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്യണം. ഇതിലാകെ മെയിനായിട്ട് വരുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ഈ എലാസ്റ്റിക് വെക്കുന്ന പോർഷനും നമ്മുടെ സ്ലീവും അതുപോലെ ഷോൾഡറിൻ്റെ അവിടത്തേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് അത്രയും മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കുഞ്ഞുങ്ങൾക്കുള്ള നൈറ്റി പോലെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ എലാസ്റ്റിക് വെച്ച് എടുക്കുന്നത്. ഇത് നല്ല റയോൺ ഫാബ്രിക് ആയിരുന്നു കേട്ടോ ഈ ടോപ്പ്. അതുകൊണ്ട് തന്നെ ഇടാനും നല്ല സുഖമാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ വേറൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ആ വേറൊരു പീസ് എടുത്തോന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് നീളം കറക്റ്റ് നമ്മുടെ ഈ നെക്കിൻ്റെ ആ നീളത്തിന് തന്നെയാണ് എടുത്തേക്കുന്നത്. അതുപോലെ എലാസ്റ്റിക് ഞാനിവിടെ 4.5 ഇഞ്ചാണ് എലാസ്റ്റിക് എടുത്തേക്കുന്നത്. എലാസ്റ്റിക്കിന് നമുക്ക് ഇതിനകത്ത് കയറ്റിയിട്ട് അതിൻ്റെ 2 സൈഡും നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് പുറത്തോട്ടേക്ക് ചാടി വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ 2 സൈഡും എലാസ്റ്റിക് ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ എലാസ്റ്റിക് വെച്ചേക്കുന്ന ഈ പോർഷനും നമ്മുടെ ഷോൾഡറിനേക്ക് വേണ്ടി നമ്മൾ എടുത്തില്ലേ ഇത് അതിന് ഞാൻ ഒരു സൈഡ് മടക്കി തച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ 2 സൈഡ്. ഇനി ഇതിൻ്റെ മേളിലോട്ടായിട്ടാണ് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ എലാസ്റ്റിക് വെച്ച പോർഷൻ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത് സൈഡും കൂടി എല്ലാം അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സ് റെഡിയാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.